സർക്കാരിന്റെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ 10 വർഷത്തിനിടെ സംസ്ഥാനത്ത് മിന്നലേറ്റ് മരണപ്പെട്ടത് 151 പേരാണ്. വർഷം തോറും ശരാശരി 15 മരണങ്ങൾ. ഈ വർഷം ഇതുവരെ 10 ജീവനുകളാണ് മിന്നലെടുത്തത്. തിരുവനന്തപുരത്തും കോട്ടയത്തുമാണ് ഈ കാലയളവിൽ ഏറ്റവും അധികം മിന്നൽ മരണങ്ങൾ. അതായത് സംസ്ഥാനത്തെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നാണ് ഇടിമിന്നൽ. എന്നാൽ ഇത്രയും നാൾ മിന്നൽ പ്രകൃതി ദുരന്തങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നില്ല. ദീർഘനാളായി സംസ്ഥാനം ഇത് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അനുകൂല നിലപാടല്ല ഉണ്ടായിരുന്നത്. അതിൽ കേന്ദ്രം ഇപ്പോൾ മാറ്റം വരുത്തുകയാണ്. മിന്നലും ഉഷ്ണതരംഗവും പ്രകൃതി ദുരന്തങ്ങളുടെ പട്ടികയിൽ കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തി. ഇതോടെ 2005 ദുരന്ത നിവാരണ നിയമപ്രകാരമുള്ള സഹായം മിന്നൽ ഏറ്റുമരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കും ലഭിക്കും. 16ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് പ്രകൃതി ദുരന്തങ്ങളുടെ പട്ടിക കേന്ദ്ര സർക്കാർ പരിഷ്കരിച്ചത്. ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലൂടെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ വിവരം പുറത്തുവിട്ടത്. അംഗീകൃത പ്രകൃതി ദുരന്തങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്ത ദുരന്തങ്ങളെ സംസ്ഥാനങ്ങൾക്ക് ദുരന്തങ്ങളായി പ്രഖ്യാപിക്കാമായിരുന്നു. എന്നാൽ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് പരമാവധി 10% വരെ തുകയെ ഇതുമായി ബന്ധപ്പെട്ട ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. ദുരന്തങ്ങളുടെ പട്ടികയിൽ മിന്നലും ഉഷ്ണതരംഗവും ഉൾപ്പെട്ടതോടെ സംസ്ഥാനത്തെ ദുരന്ത പ്രതികരണ നിധിയും ദുരന്ത നിവാരണ നിധിയും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായും ഉപയോഗിക്കാനും കഴിയും. കൂടുതൽ സഹായം കേന്ദ്രത്തിൽ നിന്ന് തേടാനുമാകും. ചുഴലിക്കാറ്റ്, വരൾച്ച, ഭൂകമ്പം, അഗ്നിബാധ, പ്രളയം, സുനാമി, ആലിപ്പഴ വർഷത്തോടെയുള്ള കൊടുങ്കാറ്റ്, മണ്ണിടിച്ചിൽ, ഹിമപാതം, മേഘവിസ്ഫോടനം, കീടങ്ങളുടെ ആക്രമണം, മഞ്ഞുവീഴ്ചയും ശീതതരംഗവുമായിരുന്നു ഇതുവരെ പ്രകൃതി ദുരന്ത പട്ടികയിൽ ഉണ്ടായിരുന്നത്. അതിലേക്കാണ് ഉഷ്ണതരംഗവും മിന്നലും ഇടം പിടിക്കുന്നത്. ശക്തമായ ചൂടാണ് ഇപ്പോൾ പല മാസങ്ങളിലും കേരളത്തിൽ ഉണ്ടാകുന്നത്. ഉഷ്ണതരംഗം നമുക്ക് വാർത്തയല്ലാതായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വലിയ ആശ്വാസം നൽകുന്ന നടപടിയാണ് കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.